ആശ്വസിപ്പിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ എനിക്കിടയാകരുത്. പ്രഭോ, ഞാൻ കരയുകയല്ല. അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഈശോ വാത്സല്യത്തോടു കൂടി ആ വൃദ്ധനെ തലോടിയിട്ട് യാത്രയായി. പാവപ്പെട്ട കുടിലിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഈശോ കൈ ഉയർത്തി ആ ഗ്രാമപ്രദേശത്തെ അനുഗ്രഹിച്ചു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈശോ ഭൂമിയെ അനുഗ്രഹിക്കുന്നത് കണ്ട് സൈമൺ ചോദിച്ചു, ഗുരു, അങ്ങ് എന്താണ് ചെയ്തത്? ഞാൻ എല്ലാ വസ്തുക്കളുടെ മേലും ഒരു മുദ്ര പതിക്കുകയായിരുന്നു. പിശാച് നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കാനും ഈ പാവങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗുരു, നമുക്കൊരൽപ്പം വേഗം നടക്കാം. ഒരു കാര്യം പറയാനുണ്ട്. മറ്റുള്ളവർ കേൾക്കണ്ട.